നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ അരവിന്ദിന്റെ മക്കളുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സുജാതയ്ക്ക് നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടുന്നത്. സുജാത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല വിനീതിനെയും ഗംഗയും ഒക്കെ തള്ളിക്കളഞ്ഞ് സ്വന്തം മോളെ തലയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോ ഒടുവില് തന്നെ കൊന്നിട്ടാണെങ്കിലും അവര് സ്വത്തുക്കൾ കൈയടക്കാൻ ശ്രമിക്കുമെന്ന് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ സുജാതയ്ക്ക് സഹിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പത്തേനുമാണ് ദാസ് മദ്യപിച്ച് ലക്ക് കെട്ടാൻ കൂടെ കയറി വരുന്നത്. സുജാത ഗീതയോടൊക്കെ ഇറങ്ങിപ്പോയിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഇവിടെ കണ്ടേക്കല്. പെട്ടിയും പ്രമാണം എടുത്തോണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോണം. നിന്നെ ഞാൻ കെട്ടിച്ചു വിട്ടാ 10 ലക്ഷം രൂപയെ 10-35 പവനും തന്ന് കെട്ടിച്ചു വിട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നോടി എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടോണ്ട് വന്ന ദാസിന് ഇഷ്ടപ്പെട്ടില്ല. ദാസു പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഇതേ തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ അങ്ങോട്ട് പോവാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോണോന്ന് എനിക്കറിയാം. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, ഇത് എന്റെ വീടാടാ, ഇത് നിനക്ക് താമസിക്കാനുള്ള വീടല്ല. ഇവിടെ ആരൊക്കെ താമസിക്കണം ഞാൻ തീരുമാനിക്കും. അത് വെറുതെ. അതിന് നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ വീട്ടിൽ കഴിയുള്ളൂ. അപ്പോഴേക്കും ഗീത പറഞ്ഞു, അതെ ദാസേട്ട, ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും സമാധാനത്തില്ല. ഇനി ഒരു സമാധാനം ഇല്ലടി. ഇവരെ തീർത്തിട്ടാണെങ്കിലും ശരി ആ സ്വത്തുക്കൾ കൈക്കലാക്കും ഞാന്. അല്ലാതെ ഇവിടെ വന്നിത് കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കാനൊന്നും എനിക്ക് സമയമൊന്നുമില്ല. നിനക്കറിയാലോ. അല്ലെങ്കിൽ സുജാതയ്ക്കറിയാം തന്റെ മോളും കൂടെ അവന് സപ്പോർട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് സുജാത പറഞ്ഞു, ദേ ദാസേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയാണ് മര്യാദ, അല്ലെങ്കിൽ രാത്രി തന്റെ രണ്ടും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഓഹോ, അത്രയ്ക്കായി നിങ്ങള് ഞങ്ങളെ ഇറക്കി വിടാനായിട്ട്. ദാസ് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു വാക്കത്തെയും എടുത്തോണ്ട് വന്നു. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം, ഇപ്പൊ തന്നെ നിങ്ങളെ വെട്ടിക്കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് സുജാതയ്ക്ക് നേരെ തിരിയുമ്പത്തേനും ഗീത കയറി പിടിച്ചു. എന്താ ദാസേട്ടാ, ഇതെന്ത് പരിപാടിയാ കാണിക്കണേ? എന്താണോ വിടറി എന്നെന്ന് പറഞ്ഞു. ഇത് ദാസേട്ടാ വേണ്ട. സുജാത ഞെട്ടി വരച്ച് നിൽക്കുവാണ്. ഇവൻ അതും അല്ലാതെ അപ്പുറവും ചെയ്യും. തന്റെ മകളും ചിലപ്പം കൂട്ടു നിൽക്കും. അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നത് അമ്മയെ കൊന്നിട്ടാണെങ്കിൽ സ്വത്തുക്കൾ കൈക്കലാക്കാന്ന് പറയുന്ന സുജാത കേട്ടതാണ്. അപ്പോഴാണ് സുജാതയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായത്. പാമ്പിനാണല്ലോ ഇത്രയും കാലം പാല് കൊടുത്തേന്ന്. സ്വന്തം മോള അത്രയും കൊണ്ട് പോയിട്ടൊന്നും അവൾക്ക് സമാധാനമായിട്ടില്ല. ചക്കരയെ പാനെ തേലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ അടുത്ത് വന്നിരുന്ന് ഓരോ വർത്താനങ്ങൾ പറഞ്ഞിട്ട് തന്നെ കൊല്ലാനായിട്ട് കൂട്ടു നിൽക്കുമായിരുന്നു അവള്. സുജാതയ്ക്ക് മനസ്സിലായി അപകടം വന്നു. പെട്ടെന്ന് സുജാത എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് ഓടുവാണ്. അപ്പൊ സുജാതയുടെ കയ്യില് അവിടെ നിന്ന് ഫോൺ കിട്ടി സുജാതയുടെ. അതും എടുത്തോണ്ടാണ് ഓടുന്നത്. ഈ സമയത്ത് കാറിലെ വീട്ടിലേക്ക് പോരുവാണ് ഗംഗയും വിനീതും ഒക്കെ. പക്ഷെ ഇത്തിരി ദൂരം അങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും കാറ് കേടായി. എന്ത് ചെയ്യണമെന്നറിയില്ല. കാർ സ്റ്റാർട്ട് ആകുന്നില്ല. പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ചോദിച്ചു, അല്ല ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കാറാണ് നിന്നുപോയി, സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. പെട്ടു. അങ്ങനെ അവരെല്ലാരും കൂടെ പുറത്തിറങ്ങി. ആ സമയം ബേബി ചേട്ടനാണെങ്കിൽ നല്ല ഫിറ്റ് ആയിരുന്നു താനും. അങ്ങേരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാള് വെച്ച് ഗംഗയ്ക്കുമാണ് ഭയങ്കര അസ്വസ്ഥതയാ. കാറിനകത്തിരുന്ന് ഒരാൾ വാള് വെക്കുമ്പോൾ മറ്റൊരാൾക്ക് അസ്വസ്ഥ ഉണ്ടാവുമല്ലോ. ആ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ആയിട്ട് കഴിഞ്ഞ് ഗംഗ ഒരു വിധത്തിലാ കാറിനകത്തിരുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് ഇത്രയും ആശ്വാസമായി. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, കാറ് കേടായി. അതോ രാത്രി സമയം കൂടെ, ഇനി എങ്ങനെ പോകുന്നു പോലും അറിയത്തില്ല. അപ്പോഴേക്കും ഇക്ക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വല്ല ഓട്ടോറിക്ഷയും കിട്ടുമോ നോക്കാൻ പോവാനായിട്ട്. വിനീത് പറഞ്ഞു, അല്ല കാറ് കേടാണെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കാറ് നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കേണ്ടല്ലേ, എങ്ങനെ നമ്മൾ പോകുന്നു ചോദിച്ചു. എന്തേലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പേവിച്ചേട്ടൻ പറഞ്ഞു, ഈ കാറ് കേടായിട്ടുണ്ടെങ്കിലേ ഇതിനകത്ത് എന്തേലുമൊക്കെ സാധനങ്ങൾ പൊക്കി നോക്കിയാൽ മതി, അപ്പൊ ശരിയാവും പറഞ്ഞു. അപ്പോഴാണ് ഡ്രൈവർ നോക്കുന്നത്. ഡ്രൈവർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ടയർ പഞ്ചറായതാ. ടയർ പഞ്ചറായതാ? അതെ, ടയർ പഞ്ചറായതാ. ഇനിയിപ്പൊ ടയർ വേറെ മാറ്റിയിടാതെ വണ്ടി പോകത്തില്ല. ഈ സമയത്ത് ഇനിയിപ്പൊ ഏതാണ് ടയർ പഞ്ചറായതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. പെട്ടല്ലോ എന്റെ ഭഗവാനെ, എന്ത് ചെയ്യണമെന്ന് വിനീതിനും അറിയില്ല. ഈ സമയത്ത് ഇക്കറിഞ്ഞൊരു കാര്യം ചെയ്യാം, കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കടയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കയറ്റി നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടം വരെ എത്തിക്കണേൽ എന്ത് ചെയ്യും? ഒടുവിൽ കാർ തള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് കാർ വെച്ച് തള്ളുന്നുണ്ട്. ആ സമയം ഗംഗയ്ക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വിശപ്പ്, ക്ഷീണം, എല്ലാം കൂടെ നടക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണ് വിനീത് അവരൊക്കെ കാറ് തള്ളാനായിട്ട് ഒരുങ്ങണേ.
പിന്നെ ഗംഗയും കൂടെ അവരോടൊപ്പം കാറ് തള്ളാനായിട്ട് കൂടുവാണ്. ഇത്തിരി ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഞ്ചറൊക്കെ ഒടിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചറൊട്ടിച്ച് കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അവരുടെ ഉള്ളിൽ. അങ്ങനെ അവരങ്ങോട്ട് കാറ് തള്ളിക്കൊണ്ട് പോവാ. ഈ സമയത്ത് നരൻ അംബിക മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശി വിഷമിച്ചിരിക്കുക. കാരണം ശിവരാജന്റെ ഓരോ പ്രവൃത്തികളും അവൻ എത്ര ദുഷ്ടനാ. ഇത്രയും കാലം തന്റെ മകള് എന്തൊക്കെ സഹിച്ചു ഗായത്രി. അവളെന്തിട്ട് ഒന്നും മിണ്ടാതിരുന്ന അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കണ സമയത്ത് നരൻ അങ്ങോട്ടേക്ക് വരുന്നേ. മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിയോട് ചെന്താ മുത്തശ്ശി, മുത്തശ്ശിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല, എനിക്കറിയാം മുത്തശ്ശിയുടെ സങ്കടത്തിന്റെ കാരണം എന്താന്ന്. മുത്തശ്ശനെ അയാൾ കൊല്ലാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ടല്ലേ. മുത്തശ്ശി ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെ പോലെ ഒരുത്തന് എന്തും ചെയ്യാൻ മടിക്കില്ല. സ്വത്തിനു വേണ്ടിയിട്ട് കൂടപ്പുറപ്പുകളെ, ഭാര്യയും ഈ കുടുംബത്തിലുള്ളവരെ വേണ എല്ലാരെയും കൊല്ലാനായിട്ട് അവൻ തയ്യാറാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ആരുടെയും ദേഹത്ത് ഒരു തരം മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കണക്ക് ചോദിക്കും. മുത്തശ്ശനെയോ മുത്തശ്ശിയോ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. അതൊക്കെ അയാളുടെ വ്യാമോഹം മാത്രം. അപ്പോഴേക്കും അംബിക മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ വേണ്ട, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. എന്ത് പ്രശ്നം? അയാൾ ഇനിയും വരും ഇങ്ങോട്ടേക്ക്. അയാൾ വേറെ എവിടെ പോവാനാ? അയാളുടെ കണ്ണിൽ സ്വത്തിലല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇന്നെന്നോട് ഗായത്രി ഒരു കാര്യം പറഞ്ഞു. ചാന്ദിനിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഒരു പക്ഷെ ചാന്ദിനി ഇതുവരെയായിട്ടും നിന്റെ കൺമുന്നിലേക്ക് എത്തിയിട്ടില്ല. അവൾ എവിടെ എന്താന്ന് പോലും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തേലും സംഭവിച്ചു കാണുമോ? അത് കേട്ടപ്പോൾ നരന്റെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി. നരൻ പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല മുത്തശ്ശി, ഞാൻ തീർത്ത് കളയത്തുള്ളൂ. ഈ നരനെ മുത്തശ്ശിക്ക് അറിയാലോ. പിന്നെ നിങ്ങൾ ആരും ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അവൻ നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ ഉറപ്പ് ഞാൻ തരാം. ഞാൻ ജീവനോടെ ഉള്ളപ്പം നടക്കില്ല. എന്നെ കൊന്നിട്ടോ നിങ്ങളെയൊക്കെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും മുത്തശ്ശിക്ക് അറിയായിരുന്നു നരനുള്ളതാണ് ഒരു ബലം. പക്ഷെ അവനിപ്പോ ആകെപ്പാടെ ഡിപ്രഷനില്ല. ചാന്ദിനി ഇട്ടിട്ട് പോയെന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെ ചാന്ദിനിക്ക് എന്തേലും അപകടം സംഭവിച്ചു കാണുമെന്നാണ് മുത്തശ്ശി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതോടുകൂടിയിട്ടാണ് അവൻ ഇങ്ങനെ ആയി തീർന്നത്. മുത്തശ്ശി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് സമാധാനിപ്പിച്ചു വിടുന്നുണ്ട്. ആ സമയം സുജാത മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പറമ്പിലേക്ക് ഓടുവാണ്. പുറകെ തന്നെ ദാസുണ്ട്. അവിടെ നിൽക്കേണ്ടി തള്ളേന്നും പറഞ്ഞുകൊണ്ട് സുജാത പെട്ടെന്ന് അവിടെ വന്നൊരു പ്ലാവിന്റെ ചോട്ടിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ്. മറിഞ്ഞു നിന്നിട്ട് ഓർത്തു എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു. പിന്നീട് വിനീതനെ വിളിക്കാന്ന് കരുതി. വേറെ നിവൃത്തിയില്ല. അങ്ങനെ വിനീതനെ വിളിക്കുകയാണ്. ഈ സമയം വിനീത് വണ്ടി തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. പെട്ടെന്ന് വിനീത് നോക്കിക്കഴിഞ്ഞപ്പോ അമ്മ എന്തിനായിരിക്കും പോലും വിളിക്കുന്നേ. ഇക്ക പറഞ്ഞു, എടാ വണ്ടി തള്ളടാന്ന് പറഞ്ഞു. അതെ അമ്മ വിളിക്കുന്നുണ്ട്, അത് പിന്നെ എടുക്കാന്ന് പറഞ്ഞു. വീണ്ടും വിനീത് വണ്ടി തള്ളുക. സുജാതയ്ക്കാണ് ടെൻഷനായി. വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലെന്ന് കരുതി ഒന്നുകൂടെ വിളിച്ചു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, എന്താണെന്നറിയില്ല അമ്മ വിളിക്കുന്നുണ്ട്, എന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു വിനീതന് കോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിനീത് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുജാത ഒറ്റ കരച്ചിലായിരുന്നു. എടാ മോനേന്നും പറഞ്ഞുകൊണ്ട്. വിനീത് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താ അമ്മേ, കാര്യം എന്താ? അത് പിന്നെ മോനെ, എടാ ഞാനിപ്പോ ഇവിടെ പറമ്പിൽ നിന്നാ വിളിക്കുന്നത്. ആ ദാസുണ്ടല്ലോ, അവൻ എന്റെ പുറകെ വെട്ടുവാക്കത്തിയായിട്ട് വരുന്നുണ്ട്. വെട്ടുവാക്കത്തിയായിട്ടോ? അതെ, എന്നെ വെട്ടിക്കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്റെ പിന്നാലെ തന്നെയുണ്ട്. സ്വത്തുക്കളൊക്കെ അവൻ ഇപ്പൊ തന്നെ എഴുതി കൊടുക്കണം പോലും, അല്ലെങ്കിൽ എന്നെ കൊല്ലൂന്നും പറഞ്ഞോണ്ടാ അവൻ എന്റെ പിന്നാലെ വരുന്നേന്ന് പറഞ്ഞു. ഒരു നിമിഷം വിനീത് ഞെട്ടിപ്പോയി. വിനീതിന് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും എടി തള്ളേന്നുള്ള വിളി കേട്ടു. അവന്റെ ദാസിന്റെ വിളി കേട്ടു. സുജാത ഞെട്ടിപ്പോയി. സുജാത അവിടുന്ന് ഓടുവാണ്. വിനീതിന് മനസ്സിലായ അപകടമാണ്. വിനീത് പെട്ടെന്ന് ഇക്കാട് പറഞ്ഞു, ഇക്ക ഒരു പ്രശ്നമുണ്ട്. എന്താ ഇങ്ങനെയാ കാര്യം എന്ന് പറഞ്ഞു. ഗംഗയും ഞെട്ടിപ്പോയി. പിന്നീട് വിനീത് ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക്. അപ്പൊ ഗംഗയും ഇക്കയും അവരെല്ലാരും കൂടെ പോവാണ്. എന്താ ഏതാന്ന് അറിയത്തില്ലോ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ചു പറഞ്ഞോളൂ. അതിനുശേഷം എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അവിടെ സുജാതയാണെങ്കിൽ ജീവൻ കൈ പിടിച്ചോണ്ടാണ് ഈ സമയം ഓടുന്നത്. പിന്നാലെ തന്നെ ദാസുണ്ട്. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ വിനീത് എത്തി രക്ഷപ്പെടുത്തുന്നുണ്ട് തന്റെ അമ്മയെ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി. സുജാതയ്ക്ക് മനസ്സിലായി ദാസിന്റെ തന്റെ മകളുടെ സ്വഭാവങ്ങളൊക്കെ. കിട്ടേണ്ട പണി തന്നെയാ കിട്ടിയത്. പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് പറഞ്ഞ സ്വന്തം മോനെ നീ അവളെ ഗംഗയെ കല്യാണം കഴിച്ചുകൊണ്ട് ഒടുവില് ആ മകൻ തന്നെ വേണ്ടി വന്നു അവര് സുജാതയെ രക്ഷിക്കാനായിട്ട്. ഗീതയുടെ ഉദ്ദേശം ഇതായിരുന്നുള്ള കാര്യം
അപ്പൊ അതൊക്കെയാണ് സുജാതയ്ക്ക് വെളിവാന്ന്. ഇനിയെങ്കിലും സുജാത മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ വിനീത് ഗംഗയെ നന്നായിട്ട് നോക്കും. അല്ലെങ്കിൽ വീണ്ടും ഇത് സ്വഭാവമാണെങ്കിൽ സുജാതയുടെ കാര്യം കട്ടപ്പുകയെ. ഒരു കാര്യം ഉറപ്പായി, സുജാത എന്തായാലും ഇതും കൊണ്ടൊരു പാഠം പഠിച്ചു. ഇനിയിപ്പോ വിനീതിനെ ഗംഗയെ തിരികെ വീട്ടിലേക്ക് വിളിക്കുമായിരിക്കും. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.